ദിലീപിനെ കുരുക്കാൻ അല്ലെങ്കിൽ ദിലീപിനെ മനഃപൂർവ്വം ഇതിൽപ്പെടുത്താനും അയാളെ താറടിക്കാനുമുള്ള ഗൂഢാലോചനകളും ഒക്കെ നടന്നു, അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിച്ചു, മാധ്യമങ്ങളൊക്കെ ശ്രമിച്ചു എന്ന് നമ്മൾ പറഞ്ഞാലും. പക്ഷേ മറ്റേ വിഷയവും ഇതും തമ്മിൽ എങ്ങനെയാണ് അപ്പോൾ കണക്റ്റ് ആവുക? ഒന്നുകിൽ ഇതിനു വേണ്ടി അത് ചെയ്തു എന്ന് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കി എന്ന് നമുക്ക്. പൾസർ സുനി ബലാത്സംഗം ചെയ്തത് എന്തിന് എന്നുള്ള ചോദ്യത്തിന് പൾസർ സുനി ഉത്തരം പറയണം, അല്ലെങ്കിൽ പോലീസ് കണ്ടെത്തണം. ഞാൻ പറയട്ടെ, ഈ കൃത്യം ചെയ്തതാരാ? പൾസർ സുനിയാണ്. ആര് പറഞ്ഞിട്ടിത് ചെയ്തു എന്ന് പൾസർ സുനിയെ കൊണ്ട് പറയിപ്പിക്കാൻ പോലീസിന് കഴിവില്ലേ? ഉണ്ടല്ലോ, ശാസ്ത്രീയമായ ചോദ്യം ചെയ്യലുണ്ട്. സിമ്പിൾ. പൾസർ സുനിക്ക് ഒരു നുണപരിശോധന നടത്താൻ ഞങ്ങളെ അനുവദിക്കണം എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതിയുടെ ഗൈഡ് ലൈൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ പ്രതി സമ്മതിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് നാർക്കോ അനാലിസിസ് ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് നിങ്ങളൊരു ആപ്ലിക്കേഷൻ മൂവ് ചെയ്തോ? ഇല്ല. ആപ്ലിക്കേഷൻ മൂവ് ചെയ്യുന്നു. പക്ഷേ പൾസർ സുനി പറയുന്നു ഇല്ല, നാർക്കോ അനാലിസിസിന് ഞാൻ തയ്യാറല്ല. അപ്പോൾ നിങ്ങൾക്ക് പൾസർ സുനിയുടെ മേൽ ഒരു സംശയദൃഷ്ടി വരും. എന്താ ഇയാൾ നാർക്കോ അനാലിസിസിന് സമ്മതിക്കാത്തത്? പൂർണ്ണ ആരോഗ്യവാനാണ് പൾസർ സുനി. നിങ്ങൾ പൾസർ സുനിയുടെ നിന്ന് ഈ രഹസ്യം കണ്ടെടുക്കാൻ വേണ്ട ശ്രമം നടത്തിയില്ല. നിങ്ങൾ അന്യഥായുള്ള തെളിവുകൾ വെച്ചിട്ട് ദിലീപിനെ കുരുക്കാൻ നോക്കി. ആ തെളിവുകൾ പര്യാപ്തമായിരുന്നില്ല, ദിലീപിനെ വെറുതെ വിട്ടു. ഇതാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ടാർഗറ്റ് ദിലീപായിരുന്നു, പൾസർ സുനി പോലും ആയിരുന്നില്ല. ഞാൻ പറയട്ടെ, ഇപ്പോൾ ഈ വന്ന ജഡ്ജ്മെൻറ്റിൽ 1 മുതൽ 6 വരെയുള്ള പ്രതികളെയും കൂടെ വെറുതെ വിട്ടു എന്ന് വെച്ചോ, ആരും പ്രതിഷേധിക്കില്ല. ഈ 8ാം പ്രതിയെ വെറുതെ വിട്ടതിന് ബഹളം വയ്ക്കും. 1 മുതൽ 6 വരെ പ്രതികളെ ശിക്ഷിക്കുന്നില്ല, 8ാം പ്രതിയെ ശിക്ഷിക്കുന്നു എന്ന് വയ്ക്കുക, എല്ലാവരും ഹാപ്പിയാകും. ഇല്ലേ? എല്ലാവരും ഹാപ്പിയായി. ഈ പറഞ്ഞ ഭാഗ്യലക്ഷ്മി, അതിജീവിത, ഇവർക്ക് ഗംഭീരം ജോർ. പൾസർ സുനിക്ക് പൊതുമാപ്പ് കൊടുക്കാൻ വരെ ഇവർ തയ്യാറാണ്. കാരണം ഇവരുടെ ഒന്നും ആർഗ്യുമെൻറ്റിൽ പൾസർ സുനി ഒരു ഫാക്ടറി ആകുന്നില്ല. ഈ മഹാപാപം ചെയ്ത അവനെപ്പറ്റി ഒരു അക്ഷരം ആരും മിണ്ടുന്നില്ല. അവൻ്റെ കൂടെയുള്ളവർ കൂട്ടബലാത്സംഗം, അതിപ്പോഴാണ് ഞാൻ അറിയുന്നത് കേട്ടോ. നേരത്തെ ഒരു ബലാത്സംഗമാണെന്നാണ് ഞാൻ വിചാരിച്ചത്. കൂട്ടബലാത്സംഗമാണ് കുറ്റം എന്നൊക്കെ പറയുന്നു. വിധിയൊട്ട് കയ്യിൽ വന്നിട്ടുമില്ല. ബട്ട് ഈ പണ്ട് പറഞ്ഞ അതേ ആർഗ്യുമെൻറ്റ്സ് വീണ്ടും പറഞ്ഞിട്ട് ഇവരിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്താ പ്രയോജനം? ഒന്ന്, ജഡ്ജ്മെൻറ്റ് വരുന്നത് വരെ 12ാം തീയതി ജഡ്ജ്മെൻറ്റ് വരുമെന്ന് തോന്നുന്നു, അല്ലെ 13, 14 ജഡ്ജ്മെൻറ്റ് വരും. വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ പറ, ഇന്ന ഡിഫക്റ്റ് ഈ വിധിയിലുണ്ട്. നിങ്ങൾക്ക് വിധിയെ വിമർശിക്കാം. ഓരോ വിധിയിലെ ഓരോ വാക്കും വരിയും ഒക്കെ നിങ്ങൾക്ക് വിമർശിക്കാം. ജഡ്ജിയെ വിമർശിച്ചുകൂടാന്നേ ഉള്ളൂ. ജഡ്ജിയെ പേഴ്സണലി അറ്റാക്ക്. വിധിയെ വിമർശിക്കുമ്പോൾ ഫലത്തിൽ നിങ്ങൾ ജഡ്ജിയാണ് വിമർശിക്കുന്നത്, പക്ഷേ അവരുടെ മോട്ടീവ് അത് വിമർശിച്ചുകൂടാ. ഇത്രയേ ഉള്ളൂ. ബാക്കി നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം. അതിനുള്ള ക്ഷമ പോലും ഇല്ല. കാരണം ഇത് വലിയൊരു തോൽവിയായിട്ട് മാധ്യമങ്ങൾക്ക് തോന്നുന്നു. മാധ്യമങ്ങളാണ് ഈ അതിജീവിതയും ഇത്ര വലിയ ഇമോഷണൽ ഇതിലേക്ക് കൊണ്ടുപോയി വിട്ടത്. തുടക്കത്തിൽ അതിജീവിത ഇയാളുടെ പേരൊന്നും പറഞ്ഞിട്ടില്ല, ദിലീപിൻ്റെ ഇല്ല. ഞാൻ അറിഞ്ഞിടത്തോളം അവരെങ്ങും പറഞ്ഞിട്ടില്ല. സുപ്രീം കോടതിയിൽ കൊടുത്തൊരു അഫിഡവിറ്റിലോ മറ്റോ ആണ് ദിലീപിൻ്റെ പേര് ആദ്യമായിട്ട് അവർ പറയുന്നത്.